ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറച്ച് ടൈം കിട്ടി അച്ഛൻ്റെ അമ്മയുടെ അടുത്തും അതുബാബേനെ ഇരുത്തി വാകുട്ടിനെ ഞാനിവിടെ ഉറക്കിയേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റ് അല്ല, ലിപ്സ്റ്റിക്കിൻ്റെ പൗച്ച് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളെ നിങ്ങൾക്ക് കാട്ടിത്തരാം, പുതിയ കുറേ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉള്ളത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഫുൾ എൻ്റെ ലിപ്സ്റ്റിക്സ് ആട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ട്രഷർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് മീൻസ് എൻ്റെ കസിൻ ചേച്ചി തന്നിക്കണതൊക്കെ ഞാൻ നിധി പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ തരുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എല്ലാം കാട്ടിത്തരാം കേട്ടോ. ഇത് നമ്മളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നൈക്കയുടെ ചായ് ലിപ്സ്റ്റിക് ആട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, ചായ് ആ ചായ് ലിപ്സ്റ്റിക് ആട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോണിനും ഫെയർ ടു മീഡിയം ഉള്ളവർക്കൊക്കെ നല്ലൊരു ഷെയ്ഡാട്ടോ ചായയുടെ. പിന്നെ ഇത് ഒരു ലിപ് പിമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഓരോരുത്തരുടെ ഞാൻ പേര് പറയട്ടെ. ഇത് നൈക്കയുടെ ചായ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലിപ് പിമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് തേഴ്സ്റ്റി എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതും നല്ലതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേണമെങ്കിൽ കൈമയോട് സ്വൈപ്പ് ചെയ്ത് കാണിത്തരുന്നത്. കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡാട്ടോ ഇത്. ഇതും എനിക്കിടുമ്പോൾ നല്ല ഇതാണ്. ഓവറായിട്ടിട്ട് ഒരു രസമില്ല, ലൈറ്റായിട്ട്. ഇത് നമ്മുടെ മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഒരു വിനിൽ എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ലിപ്പിന്നാട്ടോ. എനിക്ക് ഈ മെബിലിൻ്റെ ഇപ്പോൾ വലിയ താല്പര്യമില്ലാട്ടോ. എനിക്ക് ക്രയോൺ ടൈപ്പാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. അതാണ് എനിക്ക് നല്ലതും. എനിക്കിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ലോങ് ലാസ്റ്റിങ് ഓവറായിട്ടുള്ളതൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ വീടെത്തിയാൽ തുടച്ച് കളയണം എന്നൊക്കെ. അപ്പോൾ ഇതാട്ടോ വേറൊരു എന്താ പറയുക ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മിക്ക ഷോർട്സിലും കാട്ടിത്തരാനുള്ളത്. ഇത് നൈക്കയുടെ 2 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആട്ടോ. ഇതാണെങ്കിൽ ഒന്നാണെങ്കിൽ ഇത് ഓഫർ വരുമ്പോൾ ഞാൻ മേടിക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കും എന്തോ ഒരു ലിപ്സ്റ്റിക്കാണ് ഭയങ്കര ഞാൻ ഓഫേഴ്സ് വരുമ്പോൾ മേടിച്ച് വെക്കുന്നതാണ്. ഇത് പ്രെറ്റീൻ പിങ്ക് എന്ന് പറഞ്ഞിട്ടാട്ടോ. ഇത് അധികം ഒരു എന്താ പറയുക ഡാർക്ക് ഷെയ്ഡല്ല, ഒരു ഭയങ്കര ന്യൂഡും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നെ ഇതൊരു ഇറ്റ്സ് എ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നൈക്കയുടെ വേറൊരു ഷെയ്ഡാണ്. ഇത്തിരി ഒരു എന്താ പറയുക ലിപ്സൊക്കെ നല്ല ബ്രൈറ്റൻ ആവാനുള്ള ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ എല്ലാത്തിനും ഞാൻ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. പിന്നെ ഇതും നമ്മുടെ നൈക്കയുടെ ഒരു ചായ ലിപ്സ്റ്റിക്കാണ്. ഇത് ചായ ലിപ്സ്റ്റിക്കാണ്. ഇത് നൈക്കയുടെ വേറൊരു ചായ ലിപ്സ്റ്റിക്കാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ഡാട്ടോ. ക്രയോൺ ടൈപ്പാണ്. എനിക്ക് ക്രയോൺ ടൈപ്പാണ് കൂടുതൽ കേട്ടോ. എനിക്ക് മാറ്റ് വലിയ ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ദുബായിലൊക്കെ ഉള്ള സമയത്ത് മേടിച്ചിട്ടുള്ളതായിരുന്നു. അമ്മ എനിക്ക് മേടിച്ചു തന്നായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മെബിലിൻ്റെ തന്നെ എൻചാൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. ഇത് കണ്ടില്ലേ, ഇതെനിക്ക് വളരെ അധികം ഇഷ്ടമല്ല. അതൊരു എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക, എനിക്ക് മെബിലിൻ്റെ ഇപ്പോൾ ലിപ്സ്റ്റിക്സ് ഒക്കെ വലിയ ഇഷ്ടമല്ല. ക്രയോൺസ് അല്ലാണ്ടുള്ള ഇങ്ങനത്തെ അതാണ്. ഇങ്ങനെ ചുണ്ടും ഇങ്ങനെ ഇരിക്കും, ഒട്ടിപ്പിടിച്ച പോലെ. പോവാനൊക്കെ ഭയങ്കര പാടുവാണ്, എന്തോ പോലെ കണക്കിരിക്കും. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതും മെബിലിൻ്റെ ഒരു സെൻസേഷൻ. ഇത് പക്ഷേ ഇത്തിരി കൂടി നല്ലതാണ് കേട്ടോ, ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്. പക്ഷേ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാട്ടോ. കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ച് ഷെയ്ഡ് വലിയ രസമൊന്നുമില്ല, എന്നാലും നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ മേടിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇന്ന ഷെയ്ഡാണെന്നാണ്. പക്ഷെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ സുഡിയോന്ന് മേടിച്ചിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആട്ടോ. ഞാൻ അങ്ങനെ യൂസ് ആക്കാറില്ല. ഇത് വേണമെങ്കിൽ വല്ല എന്താ പറയുക കോൺടോറിങ് എന്തെങ്കിലും ഹാക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള നല്ലൊരു ഷെയ്ഡാട്ടോ. പിന്നെ നമ്മളെപ്പോഴും ലിപ്സ്റ്റിക് ആണെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് അല്ല, അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലിപ്സിൽ നമുക്ക് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊരു റെവലോണിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് കുറേ നാളത്തായിട്ട് ഞാൻ കളഞ്ഞിട്ടില്ല, പക്ഷെ നല്ലൊരു ഷെയ്ഡാട്ടോ. ഇങ്ങനത്തെ ഒരു വൈൻ കളറൊക്കെ ഉള്ളൊരു ഷെയ്ഡ്. പിന്നെ ഇനി നെക്സ്റ്റ് ഇതൊരു ലിപ് ടിൻ്റാട്ടോ. ഇത് മാസിൻ്റെ ഒരു ലിപ് ടിൻ്റാണ്. ഒരു നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട്, നല്ല കണ്ടില്ലേ. ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ഇട്ടാൽ ലിപ്സിൽ നിന്ന് പോവില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാട്ടത്. പിന്നെ അടുത്തത് ഇതാണ്. അല്ല, ഇത് വേറെ. ഇത് നമ്മുടെ അത്ര വലിയ നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ ഒരു 2, 3, 4 ലിപ്സ്റ്റിക്ക് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചു കേട്ടോ. ഇതതുപോലെ ഞാൻ
എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചിട്ടൊരു ലിപ്സ്റ്റിക്കാണ് എൻ്റെ അമ്മ. കാരണം നമ്മൾ തന്നെയല്ലേ സെൽഫ് ഗിഫ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആരോടെങ്കിലും പറയണം, അയ്യോ എനിക്ക് ഈ ഷെയ്ഡ് വേണം, ഇത് മേടിച്ചു തരാനെക്കാട്ടും വേണം നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം മേടിച്ചോളൂ നമുക്ക്. അയ്യോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. കണ്ടില്ല അതിൻ്റെ പാക്കേജിങ് ഞാൻ ഇതിന് മുന്നിട്ടുണ്ടായിരുന്നത് ഈ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ടറി ആയിട്ടുള്ള ഭയങ്കര ലിപ്സ്റ്റിക്, നല്ല ഒരു ലിപ്സ്റ്റിക്കാട്ടോ കെ ബ്യൂട്ടിയുടെ. എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദീപാവലിയിൽ സെയിൽ വന്നപ്പോൾ ഞാൻ മേടിച്ചതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക്സ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ കസിൻ ചേച്ചി തന്നതാട്ടോ ലിപ് പിമ്പിൻ്റെ. ഇത് നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് ആ ചേച്ചി തന്നതാട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ. പിന്നെ ഇത് എനിക്ക് ഏട്ടൻ ദുബായിലുള്ളപ്പോൾ മേടിച്ചതാണ്. ഇത് കഴിഞ്ഞു, ലിപ്സ്റ്റിക്ക് ഇത് കഴിഞ്ഞു അതിൻ്റെ ഇതായി. പിന്നെ വേറൊരു ലിപ്സ്റ്റിക്ക് അതുപോലെ ഏട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മിനി ലിപ്സ്റ്റിക്ക്. അതൊക്കെ ആണെങ്കിൽ വേഗം നൈക്കയുടെ തന്നെ മിനിയാണ്, അത് വേഗം കഴിഞ്ഞു കേട്ടോ എൻ്റെ അടുത്തുനിന്ന്. പിന്നെ ഇതൊരു ലിപ് ബാം എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് നൈക്കയുടെ ഒരു ഇതാട്ടോ, എന്താ പറയുക, ലിപ് ലൈനറാണ്, അടിപൊളിയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പം നിങ്ങൾക്ക് വേറെ എന്ത് ടൈപ്പ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.